വലിയ നോമ്പുകാലം വചനത്തിന്റെ നവീകരണ കാലമാകാൻ ക്ഷണിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. അതിരൂപതയിലെ 250 ഇടവകകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് 3 വലിയ കർമ്മ പദ്ധതികൾ അടങ്ങിയ സർക്കുലർ ശ്രദ്ധേയമാകുന്നു. വലിയ നോമ്പുകാലം വചനത്തിന്റെ നവീകരണ കാലമാക്കാൻ ക്ഷണിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലിയുടെ ഉണർവിൽ പ്രത്യാശയുടെ 10 അടയാളങ്ങൾ അതിരൂപത മുഴുവൻ ആരാധന വത്സര കാലങ്ങളിലൂടെ നടപ്പിലാക്കാൻ ശ്രദ്ധേയമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വലിയ നോമ്പുകാലത്തിൽ നവീകരണത്തിന്റെ ആഴങ്ങളിലേക്ക് തന്റെ ജനത്തെ നയിക്കാനാണ് മാർ തോമസ് തറയിൽ മെത്രാപ്പൊലീത്ത ശ്രമിക്കുന്നത്. അതിരൂപതയിലെ 250 ഇടവകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് 3 വലിയ കർമ്മ പദ്ധതികൾ അടങ്ങിയ സർക്കുലർ ശ്രദ്ധേയമാവുകയാണ്. ഒന്നാമതായി 2025 മാർച്ച് 4 മുതൽ 8 വരെ നടത്തപ്പെടുന്ന അതിരൂപത ബൈബിൾ കൺവെൻഷൻ. അനുഗ്രഹീത വചന പ്രഘോഷകൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളി മൈതാനത്തിൽ വെച്ച് നടത്തുന്നു. മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച ഈശോയെ ധ്യാനിച്ച് ഈ വലിയ നോമ്പിൽ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സഭയുടെയും ലോകത്തിൻ്റെയും നവീകരണം നിയോഗം വെച്ച് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളി സംഘടിപ്പിക്കുന്ന 40 ദിനരാത്ര ആരാധനയാണ് രണ്ടാമത്തെ കർമ്മ പദ്ധതി. സഭയുടെ 7 യാമങ്ങളിലെ പ്രാർത്ഥനകൾ ചൊല്ലി വചനവായനയും അനുതാപവും ആരാധനയും ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പണവുമായി നോമ്പ് നിന്ന് പുണ്യത്തിന്റെ 40 ദിനങ്ങൾ. 100 മേനി സീസൺ 3 മത്സരമാണ് മൂന്നാമതായി. ജൂബിലി വർഷം 1 ലക്ഷം പേരെ സമ്മാനാർഹരാക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനുള്ള തീവ്രമായ ഒരുക്കങ്ങൾ മെത്രാപ്പൊലീത്ത സർക്കുലർ ആഹ്വാനം ചെയ്യുന്നു. ഷെക്കിന ന്യൂസ്, കോട്ടയം.